കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പസ്തലനായ യൂദാ എഴുതിയ ലേഖനം 11-ാമത്തെ വാക്യം, അതിലൊരു അധ്യായമേ ഉള്ളൂ. 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരാഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ കാണുന്നു കായീൻ്റെ വഴിയിൽ നടക്കുകയും എന്ന് പറയുന്നത്. അപ്പോൾ കായീൻ വന്നിട്ട് അവൻ തൻ്റെ സഹോദരനോട് കോപിക്കാൻ ഒരേ ഒരു കാരണമുള്ളൂ, അവൻ്റെ ആ യാഗങ്ങളെ കർത്താവ് അംഗീകരിച്ചു എന്നുള്ളത്. അപ്പോൾ കർത്താവ് അംഗീകരിച്ച് കർത്താവ് ഒരു പൈതലെ സ്നേഹിച്ച് രക്ഷിക്കുമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് അപ്പോൾ അവൻ ഭയങ്കര ദൈവ പൈതലും അവൻ ഇങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എരിച്ചലാകുന്ന ഒരു സ്വഭാവം. അപ്പോൾ അങ്ങനെ കർത്താവ് നടത്തുന്ന ഒരു വ്യക്തിയെ നോക്കി എരിച്ചലടയുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഒരുമാതിരി അവരെ ദേഷ്യത്തോടെ നോക്കുന്നവർക്ക് കർത്താവ് ക്ഷമിക്കത്തില്ല, അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത് നാം നോക്കുമ്പോൾ അവിടെ ബിലയാം വന്നിട്ട് കൂലി കൊതിച്ചിട്ടാണ് അവൻ എന്ത് ചെയ്തത്, പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ നശിപ്പിക്കുവാൻ പോയത്. അതേപോലെ നാം കൈക്കൂലി വാങ്ങിയോ അല്ലെങ്കിൽ കൊല ചെയ്തോ കള്ളത്തരം ചെയ്തോ ഏത് രീതിയിൽ സാമ്പത്തികം ഉണ്ടാകുന്നോ അതിൽ നിന്ന് ദശാംശം കൊടുക്കുന്നതും കാണിക്ക കൊടുക്കുന്നതിനെയും വാങ്ങി തങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദാസി ഈ ബിലയാമിനെ പോലെ ഉള്ളവനാണെന്ന്. അപ്പോൾ അവനെ ദൈവം ലാസ്റ്റിൽ ആ ഒരു പ്രവാചക ശുശ്രൂഷയിൽ അവൻ ആഗ്രഹിച്ചതുപോലെ അവന് ശോഭിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവൻ കൂലിക്ക് വേണ്ടി അവൻ ആഗ്രഹിച്ചത് കൊണ്ട്. പ്രിയ ദൈവപൈതൽ അടുത്ത് പറഞ്ഞ കോരഹിൻ്റെ പുത്രന്മാർ അവർ മോശയ്ക്ക് വിരോധമായിട്ട് മുറുമുറുത്തു. അങ്ങനെ അവർ മുറുമുറുത്ത് പാപം ചെയ്തതുകൊണ്ട് ഇവർ കൊണ്ട് ദൈവം അവരെ അഗ്നിക്ക് വിഴുങ്ങിക്കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളിവിടെ കാരണം ഇങ്ങനെ ഈ മൂന്ന് വിഷയങ്ങൾ ഉള്ളവർ എന്ന് പറഞ്ഞാൽ ദൈവം നടത്തുന്നതിനെ കൊണ്ട് അസൂയപ്പെടുന്നവർ, അതേപോലെ തന്നെ പിന്നെ പണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആ കൽപ്പനകളെ ത്യജിച്ച് കളയുന്നവർ, അടുത്ത് ദൈവം അവർ നടത്തുന്നത് കണ്ടിട്ട് അവർക്ക് വിരോധമായി സംസാരിക്കുന്നവർ, ഇങ്ങനെയുള്ള വ്യക്തികളോട് ദൈവം ക്ഷമിക്കത്തില്ല. അവർക്കൊക്കെ അയ്യോ കഷ്ടമെന്ന് ബൈബിൾ പറയുമ്പോൾ കർത്താവിൻ്റെ പ്രിയ ദൈവപൈതലെ, നമ്മളെ ദൈവം ഏത് രീതിയിൽ നടത്തുന്നു ആ രീതിയിൽ നടന്ന് ദൈവരാജ്യത്തിൽ പോയി ചേരുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, അപ്പനെ അടുത്തവരെ കണ്ട് അസൂയപ്പെടാതെ കർത്താവ് അവരെ കൊണ്ട് എരിച്ചലാകാതെ കർത്താവേ, നീ നടത്തുന്ന വഴിയിൽ തന്നെ ദൈവം നടന്നു വന്ന് അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ, ആമേൻ.